നമ്മുടെ ജീവിതം അഭിഷേകമുള്ളതായി മാറണം. അപ്പോൾ നമുക്ക് ഇതാ ഏദൻ തോട്ടത്തിൽ പ്രിയമുള്ളവരെ ഇതാ ഒരു വാൾ വെച്ചിട്ടുണ്ട്. ആ വാളിനകത്തൂടി അപ്പുറത്തോട്ട് കയറണം. കുടുംബജീവിതം, അതുപോലെ മാമോദീസ, അതുപോലെ വ്യക്തിബന്ധങ്ങൾ, ലൈംഗികത, ഇതിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായി ദൈവവചനം പറയുന്നുണ്ട്. ആ വചനം ജീവിതത്തിൽ അങ്ങോട്ട് സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബൈബിളിൽ പറയുന്ന വാഗ്ദാനങ്ങൾ നടപ്പാകാൻ തുടങ്ങും. അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ കുടുംബം. ഞാനൊരിക്കൽ പ്രിയമുള്ളവരെ ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നു. അപ്പോൾ ഒരു കുടുംബം എന്നെ കാണാൻ വേണ്ടി വന്നു. അവരാണ് ആ ധ്യാനത്തിന് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. നല്ല കുടുംബം. അവരുടെ വലിയ ആഗ്രഹമായിരുന്നു ഓസ്ട്രേലിയയിൽ ഒരു ധ്യാനം നടത്തുക എന്നുള്ളത്. അതിനുവേണ്ടി തങ്ങളുടെ പരിമിതമായ വരുമാനത്തിൽ നിന്ന് ഒത്തിരി പൈസ അവർ ചെലവഴിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കുർബാനയ്ക്കുള്ള സാധനങ്ങളും പൊതിഞ്ഞു കെട്ടി എൻ്റെ കൂടെ പോരുന്നവരാണ്. മദ്ബഹായ്ക്കുള്ള സാധനങ്ങളെല്ലാം അവരാണ് കൊണ്ടുവരുന്നത്. ധ്യാനവും കൺവെൻഷനും കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, എൻ്റെ തിരുമേനി, ഞങ്ങൾ ഈ ഓസ്ട്രേലിയയിൽ വന്നു. ഞങ്ങൾ പലർക്കു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അവർക്കെല്ലാം ജോലി കിട്ടി. പക്ഷേ ഞങ്ങളിവിടെ വന്നിട്ട് തിരുമേനി ഒന്ന് വീട്ടിലോട്ട് വിളിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഒരു ചെറിയ മുറി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് നാണക്കേടായതുകൊണ്ട് വിളിക്കാതിരിക്കുക. എനിക്കും ജോലി കിട്ടിയില്ല, ഭാര്യയ്ക്കും ജോലി കിട്ടിയില്ല. ബാക്കി നേഴ്സുമാർക്കെല്ലാം ജോലി കിട്ടി. എനിക്കൊരു ചെറിയ പണിയായിപ്പോളൂ. അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങളോട് കരുണ കാണിക്കാത്തത്? അപ്പം ഞാനന്നേരത്തിനും സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു, ഒരുപക്ഷെ മറ്റനേകം പേർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ നിങ്ങളെ ദൈവം ഇവിടെ ഇരുത്തിയിരിക്കായിരിക്കാം ചിലപ്പം. അതിനുശേഷം അവരനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തി തന്നു. എനിക്ക് പോലും അതിശയമായി തോന്നി ആ സംഭവം. എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇങ്ങനൊരു രഹസ്യം മനസ്സിലാകുന്നത്. ഞാൻ ആ കുടുംബത്തോട് ചോദിച്ചു, ഇതാ നിങ്ങൾ വിവാഹം കഴിച്ചു. ബൈബിളിൽ വിവാഹത്തെ സംബന്ധിച്ചുള്ള വാഗ്ദാനം ഇതാണ്: വിവാഹം കഴിക്കുവിൻ, സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങൾ തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുവിൻ, നിങ്ങൾ പെറ്റുപെരുകുവിൻ, നിങ്ങൾ ഭൂമി അവകാശമാക്കും. ഇതൊക്കെയാണ് വാഗ്ദാനം. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെയായിരിക്കെ മക്കളെ വേണ്ട ഇപ്പോൾ എന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഓസ്ട്രേലിയയിൽ വന്നു, അവൾക്കൊരു ജോലി കിട്ടി, ഒരു വീടൊക്കെ എടുത്ത് എനിക്കും ഒന്നൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരു കൊച്ചിനെക്കുറിച്ച് ചിന്തിച്ചില്ലല്ലോ പ്രശ്നം. കല്യാണം കഴിച്ച് വന്നു, ജോലിയില്ല കൂലിയില്ല, ഞാനിവിടെ നിൽക്കുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയാൽ പിന്നെ പ്രസവത്തിന് വേണ്ടി കുറേ നാളങ്ങ് പോകും. ജോലി കിട്ടാത്ത പ്രസവത്തിന് പോയി കഴിഞ്ഞാൽ ലീവ് കിട്ടുകയില്ല, ശമ്പളവും ഇല്ല. അങ്ങനെ പിന്നെ കൊച്ചിനെ നോക്കാൻ വേണ്ടി കുറേ കാലം. അങ്ങനെ പിന്നെ ഒരു 3-4 വർഷക്കാലത്തേന് ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധിയായിരിക്കും. രക്ഷപ്പെടണമെങ്കിൽ ഒരു 3-4 വർഷം കൊണ്ട് രക്ഷപ്പെടണം. ആ കാലം ഞങ്ങൾക്ക് പ്രതിസന്ധിയായി പോകും. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞു, ജോലിയും വിവാഹവും മക്കളും ഒന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ജോലി തരേണ്ട സമയത്ത് കർത്താവ് ജോലി തരും, പണം തരേണ്ട സമയത്ത് പണം തരും. അതൊക്കെ ഓഫറാണ്. വിവാഹം കഴിയുന്നവർക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരും. തന്നാൽ സ്വീകരിക്കണം. എത്രയോ പേർക്ക് വിവാഹം കഴിച്ചിട്ട് കൊച്ചുങ്ങളെ കിട്ടാതിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് ദൈവദാനമാണ്. ദൈവം തരുമെങ്കിൽ വാങ്ങിക്കണം. നിങ്ങൾ മക്കളെ വേണ്ടെന്ന് വെച്ചതോടുകൂടി ദൈവം ഒരു കാര്യം വേണ്ടെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഓസ്ട്രേലിയക്ക് വന്നത്? അവർ പറഞ്ഞു, മക്കളുടെയൊക്കെ ഭാവിയെ കരുതിയ. മക്കളില്ലാത്തവർക്ക് എന്ത് മക്കളുടെ ഭാവിയാണ്? അതുകൊണ്ട് നിങ്ങൾ മക്കളെ വേണ്ടെന്ന് വെച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ, മക്കൾ വഴി നിങ്ങൾക്ക് കിട്ടാനുള്ള, അല്ലെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. അവർ വളരെയധികം പശ്ചാത്തപിച്ച് ഒരു വൈദികനെ കണ്ടുപിടിച്ച് ഈ പാപത്തെ ഓർത്ത് കുമ്പസാരിച്ചതിൻ്റെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ പെൺകുട്ടിക്ക് ജോലി കിട്ടി. ഞാൻ പോരുന്നതിന് മുമ്പ് ഒരു ജോലിയിൽ കയറി. അതിനുശേഷം കൊച്ചിനെ അവർ കൊണ്ടുവന്ന് മാമോദീസ, 2 കുട്ടികളെ മാമോദീസ മുക്കിയത് മണ്ണർകാട് പള്ളിയിലാണ്. ഞാനാണ് മാമോദീസ മുക്കിയത്. പ്രിയമുള്ളവരെ, അവർ ഇതാ ദൈവം കൊടുത്ത കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങിയപ്പോൾ അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ ദൈവവചനത്തിൽ ഏതെങ്കിലും ഒരു ലംഘനം വന്നാൽ അപ്പോഴേ ഒരു അനുഗ്രഹം ബ്ലോക്കാവും. ഇപ്പം നിങ്ങളുടെ കുട്ടികളുടെ പഠന മേഖല,
ദൈവത്തിൻ്റെ തിരുവചനത്തിനനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ പഠന മേഖലകൾ അഭിഷേകം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അനേകം സംഭവങ്ങളുണ്ട്. ഒരിക്കൽ 2 കുട്ടികൾ ഇവിടെ ഉണ്ട്, 2 പെൺപിള്ളേരുണ്ട് ഇവിടെ, നമ്മുടെ ഇവിടെ ധ്യാനത്തിനൊക്കെ വരുന്ന. +2ൻ്റെ റിസൾട്ട് വന്ന ഉടനെ വന്നങ്ങോട്ട് റിസൾട്ട് പുറത്തോട്ട് വന്ന ഉടനെ ഒരു പെങ്കൊച്ച് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, തിരുമേനി എനിക്ക് റിസൾട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായി, മാർക്ക് എത്രയുണ്ടോ? അവൾ മാർക്ക് പറഞ്ഞു. എടുത്ത വായിലെ അവൾ പറഞ്ഞു, തിരുമേനി എനിക്കൊരു അഡ്മിഷൻ ശരിയാക്കി തരണം കേട്ടോ. ആദ്യത്തെ പറച്ചിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ കാര്യം ഞാൻ ഏറ്റെന്നു, അഡ്മിഷൻ ഞാൻ ശരിയാക്കി തന്നേക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ അടുത്ത ആൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും പാസ്സായി. അവർ സത്യത്തിൽ അഡ്മിഷൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അങ്ങനെ അഡ്മിഷൻ എല്ലാം ശരിയായി വന്നു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ആ സ്ഥാപനത്തിൽ എന്നെ വിളിച്ചു. തിരുമേനി പലർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു സീറ്റുണ്ട്, ഒരു സീറ്റാണ് തിരുമേനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ആ സീറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാൻ വരുന്നവർക്കെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പിള്ളേർ ഇവിടെയുള്ളതാണ്, ആർക്ക് കൊടുക്കണം? അപ്പോൾ അവരെല്ലാം കുറിച്ചും ഹരിച്ചും എല്ലാം നോക്കിയിട്ട് അതിൽ അർഹതയുള്ള ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു. അത് ആദ്യത്തെ കുട്ടിയായിരുന്നില്ല, 2ാമത്തെ കുട്ടിയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ 2ാമത്തെ കുട്ടിക്ക് കൊടുക്കാം. അപ്പോൾ 2ാമത്തെ കുട്ടിയുടെക്ക് വേറൊരു സ്ഥലത്തും അഡ്മിഷൻ ശരിയായിട്ടുണ്ട്, ഒരു ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ ശരിയായിട്ടുണ്ട്. ആ വീട്ടുകാർക്കാണെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹം. ഇതിലൊരു കൂട്ടർ എന്നോട് പിണങ്ങുമെന്ന് എനിക്കറിയാം. മറ്റേ കൊച്ചിന് എങ്ങും കിട്ടിയിട്ടില്ല, ആദ്യത്തെ കൊച്ചിന്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ആദ്യത്തെ കൊച്ചിന് കൊടുത്താൽ കൊള്ളാവും. പക്ഷേ സ്ഥാപനവും പറയുന്നു, പിന്നെ ഇവരുടെ പ്രഷറും 2ാമത്തെ കുട്ടിക്ക് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു അഡ്മിഷനുണ്ട്. ഞാൻ 2 പെൺപിള്ളേരും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും ഇവിടെ തീരുമാനിക്കുക ആർക്ക് വേണം. ആര് പറഞ്ഞാലും ആ സ്ഥലത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്തു. ഉടനെ ഈ 2ാമത്തെ പെങ്കൊച്ച് പറഞ്ഞു, ഒരുപക്ഷെ ഞാൻ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണമെന്നത് ദൈവത്തിൻ്റെ ഹിതമായിരിക്കും, അതുകൊണ്ടായിരിക്കാം എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അത് ക്വാളിറ്റിയുള്ള സ്കൂളല്ല, എനിക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്, സാധാരണ പിള്ളേരോട് പോവുകയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം അതായിരിക്കാം എന്ന് മാത്രമല്ല, എൻ്റെ കൂട്ടുകാരിക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് 2 കിട്ടിയപ്പോൾ ഞാനതിലൊന്ന് അവൾക്ക് കൊടുക്കേണ്ടതല്ലേ. ആ കൊച്ച് തൻ്റെ അഡ്മിഷൻ ഈ കുട്ടിക്ക് വേണ്ടി കൊടുത്തു. പേരൻസ് വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും അവരുടെ വീട്ടുകാർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ഈ സംഭവം. പക്ഷേ ആ കൊച്ചൊരു ധീരമായ തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, കൊള്ളാം, നീ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ അടിസ്ഥാന സ്നേഹവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്, അതുകൊണ്ട് നീ പോകുന്ന ഗവൺമെൻറ് സ്കൂളിൽ നീ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അവളെ പറഞ്ഞു വിട്ടു. എന്ത് സംഭവിച്ചെന്നറിയോ? പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം അതേ സ്കൂളിൽ ഈ പെൺകുട്ടിക്കും വീണ്ടും അഡ്മിഷൻ കിട്ടി. കണ്ടോ? അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നതാണ്, ദൈവസ്നേഹത്തിന് വിധേയമായി കഴിഞ്ഞപ്പോൾ എവിടെയാണോ അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നത് അതവൾക്ക് തന്നെ കൈവന്നു. ഇതൊരാളുടെ അനുഭവമല്ല, 100 കണക്കിന് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കുക, ദൈവവചനത്തിൻ്റെ സാരാംശത്തോട് നമ്മൾ വിധേയത്വം പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. തിരുവചനത്തോട് അവിശ്വസ്തത കാണിച്ചാൽ നിങ്ങളുടെ അഭിഷേകം നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോകും. ഏതെല്ലാം കൽപ്പനകളിലൂടെ ആയിരുന്നു നിങ്ങൾ പോകേണ്ടത്, ഏതെല്ലാം വചനങ്ങളായിരുന്നു നിങ്ങൾ പാലിക്കേണ്ടിയിരുന്നത്, അവിടെ വന്ന് ഓരോ ലംഘനമാണ് നിങ്ങളുടെ ഓരോ അനുഗ്രഹത്തെ തടഞ്ഞു വച്ചിരിക്കുന്നത്. IELTS പരീക്ഷ തടഞ്ഞു വച്ചിരിക്കുന്നത്, അത് പാസ്സാകാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു ലംഘനമായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പഴയ കൽപ്പന ലംഘനം കുമ്പസാരിച്ച് ഏറ്റു പറയാതെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ ഒരു സാമ്പത്തിക മേഖലയിൽ കടബാധ്യത, പ്രിയമുള്ളവരെ, അവിടെ ഇങ്ങനെ മാറാതെ കിടക്കാൻ കാരണം എന്താണ്? ഒരു കൽപ്പന പാലിച്ചാൽ മതി, അതിലൂടെ ആയിരിക്കും അഭിഷേകം വരാനിരിക്കുന്നത്. ഒരിക്കൽ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഇവിടെ ധ്യാനത്തിന് വന്നുകൊണ്ടിരിക്കുന്നൊരു ഫാമിലി, അങ്ങനെ വന്ന് അവസാനം അവരിവിടുത്തെ ശുശ്രൂഷകരൂടിയായി. രാവിലെയും വൈകിട്ടും ഒക്കെ ഇവിടെ വരും. എന്ന് മാത്രമല്ല, അവർക്ക് ഭയങ്കര കടമാണത്, പക്ഷേ അവർ പറഞ്ഞിട്ടില്ല. 40 ലക്ഷം രൂപ കടം, ഒരു മാസം 75,000 രൂപയുടെ അടുത്ത് പലിശ കൊടുക്കേണ്ടി വരുന്നു, ബ്ലേഡ് പലിശ. ഇത്രയും കടങ്ങളുള്ളപ്പോൾ അവർക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട്
അവർ വൈകുന്നേരം ആകുമ്പോൾ കടയൊക്കെ അടച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകും. 6 മണി തൊട്ട് 8 മണി 9 മണി വരെ ഇവിടെ നിന്നേച്ച് വീട്ടിൽ പോകുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് കപ്പ വേവിച്ചത് മീൻ കറിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്കെല്ലാം വിതരണം ചെയ്യുക. ഇങ്ങനത്തെ പുണ്യപ്രവർത്തികളാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവരുടെ കടം മാറിയില്ല. ഒരു ദിവസം പ്രിയമുള്ളവരെ, ഞാനിവിടെ നിന്ന് പ്രഘോഷിച്ചു കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, കുടുംബ പ്രാർത്ഥന ഒരു പള്ളിയിൽ ഒരു വൈദികൻ ബലിയർപ്പിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു വീട്ടിൽ കുടുംബ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒന്നിച്ചു ചേർന്നിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ അവിടെ വിളിച്ചു വരുത്തുന്ന, ദൈവം അവിടെ വരുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്താൽ ദൈവം സന്നിഹിതനാണ്. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന നടത്തുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് കേട്ട ഉടനെ പ്രിയമുള്ളവർ, ഈ ഭാര്യയും ഭർത്താവ് എന്നെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, കറക്റ്റായിട്ട് പിള്ളേരെ വിളിച്ച് പറയാറുണ്ട്, ഞങ്ങൾ കടയടച്ച് വരാൻ ഇച്ചിരി താമസിക്കും, നിങ്ങൾ കറക്റ്റ് സമയത്ത് പ്രാർത്ഥിച്ചോണം, നിങ്ങൾ കറക്റ്റ് 6:30 പ്രാർത്ഥിച്ചോണം. എന്നിട്ട് ഞങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കും, പ്രാർത്ഥന തീർന്നോടി? അപ്പം ഞാൻ ചോദിച്ചു, ഞാനിപ്പോൾ ഇവിടെ 7 മണിക്ക് നമസ്കാരവും 8 മണിക്ക് കുർബാനയാണ്. കപ്പ്യാർ വന്നിട്ട് പുള്ളി ചൊല്ലാനുള്ളത് മുഴുവൻ ചൊല്ലിയിട്ട് പോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം, അവിടുത്തെ ആത്മാവിനോട് ഉണ്ടായിരിക്കട്ടെ, നാം അടക്കത്തോടും ഭയത്തോടും, ഇതെല്ലാം പറഞ്ഞേച്ച് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് കുർബാനയുടെ മൊത്തം കാര്യങ്ങൾ ചൊല്ലാണ്. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധന, അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ഞുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പോയി. ഞാൻ എൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് പോയി. കുർബാന കുറച്ച് തീരാനായപ്പം വൈദ്യനച്ഛൻ്റെ ഒരു 9:30 ആയപ്പം വൈദ്യനച്ഛൻ വന്നിട്ട് കുർബാന അനുഭവിക്കാനുള്ളവരെ വരാൻ പറഞ്ഞ് കുർബാന കൊടുത്തു. ഇത് കുർബാനയാവുമോ? ആവുമോ? ഇല്ല. കാർമ്മികനും കപ്പ്യാരും എല്ലാവരും കൂടെ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധനയ്ക്ക് പറയുന്ന പേരാണ് കുർബാന. അപ്പോൾ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഫോൺ വിളിച്ചിട്ട് പിള്ളേരോട് നിങ്ങൾ പ്രാർത്ഥിച്ചോ കേട്ടോ ഞങ്ങൾ വന്നോളാം എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയാകുകയില്ല. കുടുംബ പ്രാർത്ഥന ഭാര്യയും ഭർത്താവും നിങ്ങൾ നേരത്തെ കടയടച്ച് വരണം, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം മുതൽ അവർ വന്ന് പാട്ടൊക്കെ പാടി മക്കളെയെല്ലാം ചേർത്തിരുത്തി ഒരു കുടുംബ പ്രാർത്ഥന ആരംഭിച്ചു. 10 ദിവസം പിന്നിട്ടു. ഇതിനിടയിലൊരു സംഭവം നടന്നു. ഞാനൊരു കോളേജിൽ ഒരു പ്രോഗ്രാമിന് ചെന്നു. അപ്പോൾ എന്നോട് അവിടെ വന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, തിരുമേനി നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഇന്ന പുള്ളിക്കാരനെ ഇപ്പോൾ കാണുന്നത്, ഇന്ന് എല്ലാ വർഷം കാണുന്നത്, ഇന്ന് കണ്ടില്ലല്ലോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു, പുള്ളിക്ക് അതുകൊണ്ട് ഒരു ചെറിയ കടബാധ്യത മറ്റോ ഉണ്ട്, അത് കാരണം ആയിരിക്കും കോളേജിലോട്ടൊന്നും വരാഞ്ഞത് എന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. അതിനുശേഷം ഞാൻ തിരുവല്ല ഭാഗത്ത് ഒരു ധ്യാനത്തിന് പോയി. രാത്രിയിൽ എനിക്കൊരു ഫോൺ. ഈ ചെറുപ്പക്കാരൻ, അതായത് എന്നെ ഈ കോളേജിൽ വെച്ച് കണ്ട ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, തിരുമേനി ഞാൻ അവനെ വിളിച്ചിരുന്നു, അവന് കുറേയേറെ കടമുണ്ടെന്നാണ് പറയുന്നത്, അത് ശരിയാണോ? ഞാൻ പറഞ്ഞു ശരിയാണ്. അവനെ കള്ളുകുടിയൊക്കെ നിർത്തിയില്ലേ? നിർത്തി, നല്ല മര്യാദക്കാരനായി ജീവിക്കുന്നത്. എന്നോട് പറഞ്ഞു, അവൻ്റെ മുഴുവൻ കടവും എത്രയുണ്ടെന്ന് തിരുമേനി ഒന്ന് ചോദിച്ച് പേപ്പറിൽ എഴുതിച്ച് നാളെ വെക്കാൻ ക്രമീകരണം. ഞാൻ രാത്രി ഫോൺ ചെയ്ത് ചോദിച്ചു, നിനക്ക് എത്ര രൂപ ഉണ്ട് കടം? ഉടനെ ഞാൻ പറഞ്ഞു, എനിക്ക് 40 ലക്ഷം. ഞാൻ പറഞ്ഞു, പേപ്പറിൽ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എത്ര കൊടുക്കാനുണ്ട്, എന്തുമാത്രം കൊടുക്കാൻ എഴുതാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പേപ്പർ തുണ്ടുമായിട്ട് എൻ്റെ അടുക്ക വന്നു. ഞാനതെല്ലാം വായിച്ചു നോക്കി. 40 ലക്ഷം രൂപ കടമുണ്ട്. പ്രിയമുള്ളവർ, 40 ലക്ഷം രൂപ കടമുള്ള ഈ ചെറുപ്പക്കാരൻ ഭാരപ്പെട്ട് വേദനിച്ച് മനപ്രയാസപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രിയമുള്ളവരെ, വിദേശ രാജ്യത്ത് ബിസിനസ്സുകാരനായ ആ കൂട്ടുകാരൻ ആ ചെറുപ്പക്കാരനുള്ള മുഴുവൻ കടബാധ്യതകളും തീർത്ത് അവനെ സ്വതന്ത്രനാക്കി. 10-ാം ദിവസം 11-ാമത്തെ ദിവസം ഈ പള്ളിയിൽ ഞാനിരിക്കുന്ന മുറിയിൽ അവർ കയറി വന്നിട്ട് പറഞ്ഞു, കർത്താവ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം എടുത്തു മാറ്റി ഞങ്ങളെ സുഖപ്പെടുത്തി. യേശു വന്നപ്പോൾ അപ്പം ഞാൻ ഓർത്തോടെ, ഇത്രയും വലിയൊരു ബാധ്യത തീർക്കുന്ന കൂട്ടുകാരുണ്ടോ? ചേട്ടാനിയന്മാരാണെങ്കിൽ പോലും ഇങ്ങനെ സഹായിക്കുകയില്ല, അപ്പോൾ പിന്നെ കൂട്ടുകാരിങ്ങനെ ചെയ്യൂ. ഞാൻ ആ കൂട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും വലിയൊരു പണമെടുത്ത് ഈ ചെറുപ്പക്കാരനെ സഹായിക്കാൻ എന്തുകൊണ്ടാണ് നീ തുനിഞ്ഞത്? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇവൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. അന്ന് ഇവർ വലിയ പണക്കാരായിരുന്നു. എൻ്റെ അപ്പൻ ചാണകം വഴിയിൽ നിന്ന് പെറുക്കിയെടുത്ത് വിറ്റ്
കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു മുണ്ടും ഒരു കീറിയ ഷർട്ടും എനിക്കുണ്ടായത്. അങ്ങനെയാണ് ഞാൻ സ്കൂളിൽ വന്നത്. അന്ന് ഒരു ദിവസം ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഇവനൊക്കെ നല്ല കണ്ടാച്ചു, നല്ല സ്മാർട്ടാണ്, ഇഷ്ടം പോലെ പണം, ടൗണിൽ കട, ഇങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. ഒരു ദിവസം അവനൊരു കൊച്ചു ഓർഗണുമായിട്ട് ക്ലാസ്സിൽ വന്നു. അവനെല്ലാം കാണിച്ച് പാട്ടൊക്കെ പാടി പിള്ളേരെയൊക്കെ കേൾപ്പിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ഇവനിത് കണ്ടപ്പോൾ ഇവന് ഭയങ്കര ആഗ്രഹം. അവൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഈ പയ്യനോട് ചോദിച്ചു, എനിക്കിതൊന്ന് കുറച്ച് നേരം വായിക്കാൻ തരാമോ? ഇതെനിക്ക് കുറച്ച് നേരം ഒന്ന് വായിക്കാൻ തരാമോ? അന്നേരം ഇവനത് എന്ത് ചെയ്തു? ഇവൻ ഈ ഓർഗൺ എടുത്ത് അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ വീട്ടിൽ കൊണ്ടുപോയി 1-2 ആഴ്ച വായിച്ചിട്ട് തന്നാൽ മതി. അന്നെൻ്റെ ചങ്കിക്കൊണ്ടത് അവൻ എന്നോട് കാണിച്ച ആദരവ്. എൻ്റെ ഈ ക്ലാസ്സിലെ ഏറ്റവും ദരിദ്രനായിരുന്നു ഞാൻ. എന്നോടവൻ കാണിച്ച ആദരവ് അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാനിന്ന് ബിസിനസ്സുകാരനായി സമ്പന്നനായി. ഇതാ അതുകൊണ്ട് എൻ്റെ സമ്പത്തിൽ നിന്ന് ഇതാ അവനെനിക്ക് നൽകിയത് ഞാൻ തിരിച്ചു നൽകിയെന്നേ ഉള്ളൂ. കണ്ടോ, ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവം തുറന്ന് അവനെക്കൊണ്ട് അനുഗ്രഹം വർഷിപ്പിച്ചതങ്ങ് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, കുടുംബ പ്രാർത്ഥന നടത്തി ദൈവത്തെ ആദരിച്ചപ്പോൾ അപ്പോൾ ഒരു നിസ്സാര കാര്യമാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ദൈവത്തെ ആദരിച്ചുകൊണ്ട് അത്രയും ചെറിയൊരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ അതും ദൈവത്തിന് വലിയ കാര്യമാണ്. കണ്ടോ, തമ്പുരാൻ്റെ ഒരു ചെറിയ കൽപ്പന ആദരപൂർവ്വം പാലിച്ചാൽ പോലും അതിലൂടെ അനുഗ്രഹം വരും. ഇതുപോലെ 100 കണക്കിന് അനുഗ്രഹങ്ങൾ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ അത് ബ്ലോക്കായിരിക്കുന്ന പല ആളുകൾ ഇതിനകത്തിരിപ്പുണ്ട്. ചിലരൊക്കെ കരഞ്ഞും കൂവിയൊക്കെ വരും. അപ്പം ഞാൻ അവർക്ക് എല്ലാവർക്കും ഒരൊറ്റ മരുന്നാണ് കൊടുക്കുന്നത്. എന്താണ്? കുലുക്കി വെച്ച് ഒരു മരുന്നാണ് കൊടുക്കുന്നത്. പണ്ട് കാലത്ത് ചില ഡോക്ടർമാരില്ല നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത്, വയറ്റുവേദനയാണ്, അത് ശരി, മുറിയിലോട്ട് കയറിയിട്ട് ഒരു മരുന്ന് കുലുക്കി വെച്ച് കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കും. അന്നേരമാണ് അടുത്ത ആൾ വന്നത്, തലവേദനയാണ്, ആ ആൾ അന്നേരവും കുലുക്കി വെച്ച് ഇതേ മരുന്ന് തന്നെ കൊടുക്കും. നമുക്കൊറ്റ മരുന്നേ ഉള്ളൂ. എന്താണ്? എല്ലാ പ്രശ്നവും കേട്ടിട്ട് തലയൊക്കെ വെച്ച് പ്രാവശ്യം ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, തിരുവചനം കേട്ട് കഴിയുമ്പോൾ 5 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ചിന്തിക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മളെ നോക്കി കാത്തിരിക്കും. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, നമുക്ക് തമ്പുരാനിലേക്കൊന്ന് നോക്കാം. 2 വഴി തുറന്നു കിടക്കുക. 2 വഴി. ഒരു വഴി തിരഞ്ഞെടുക്കുക, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനുള്ള വഴി. ആ വഴി ജീവൻ്റെ വഴിയാണ്. ആ വഴിയുടെ ബേസിക് കാര്യം ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തനാകുക എന്നതാണ്. ദൈവവചനത്തോട് വിശ്വസ്തനാകാൻ തീരുമാനമെടുത്താൽ വചനം നിന്നിൽ മാംസമാകും. അതിന് പറയുന്ന പേരാണ് വീണ്ടും ജനനാനുഭവം. ആ വചനം നിന്നെ രക്ഷിക്കും. ആ വചനം നിന്നെ സൗഖ്യപ്പെടുത്തും, വിമോചിപ്പിക്കും. നിനക്ക് മുമ്പിൽ മറ്റൊരു വഴി തുറന്നു കിടന്നിരുന്നു. നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നിൻ്റെ ശരീര സുഖങ്ങൾക്കനുസരിച്ച്, നിൻ്റെ ഭാവനകൾക്കൊത്ത് ജീവിച്ചൊരു വഴി. നല്ലതാണെന്ന് നിനക്ക് തോന്നിയാലും വിഷക്കനിയാണ് നീ തിന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല. നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിനക്ക് സ്വാതന്ത്ര്യമില്ല. നിൻ്റെ ജോലിയിൽ നിനക്ക് സമാധാനമില്ല. നിൻ്റെ പ്രതീക്ഷകളൊക്കെ അറ്റുപോവുകയാണ്. നിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. കർത്താവേ, ഞങ്ങളെന്ത് ചെയ്യണം? ഇതാ ദൈവം നമ്മെ വിളിക്കുന്നു. യേശു മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, ഇതാണ് വഴി, ഞാനാണ് വഴി, ഞാനാണ് വചനം, ഞാനാണ് സ്നേഹം. നീ ആധ്യാത്മികതയെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെടണ്ട. ആ തിരുവചനം കയ്യിലെടുത്ത് സുവിശേഷം വായിച്ചു തുടങ്ങുക. എന്നെ ഒന്ന് അറിയേ, എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ എത്ര നല്ലവനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ നല്ലവനാകാൻ നീയും ഒന്ന് തീരുമാനിക്കുക. നിനക്ക് രക്ഷപ്പെടാൻ വേറൊരു വഴിയും ഭൂമിയിലില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് ഏക വഴി അത് യേശു എന്ന വഴിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം.